കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ എന്ന് എഴുതിയിട്ട് ചങ്ങമ്പുഴ കുറേ കുത്തിട്ടിരിക്കുകയാണ്. വേടൻ എന്ന റാപ്പറുടെ അറസ്റ്റും അയാളുടെ കവിതയും നമുക്കെല്ലാവർക്കും കൂടി ഒരൊറ്റ ഭരണഘടനയാണുള്ളത്. മതമുള്ളവനും മതമില്ലാത്തവനും എൻ്റെ ഗ്രാമത്തിൽ മറ്റാരുമില്ല, എൻ്റെ ജാതിക്കാരല്ലാതെ. കുലതോളിലേന്തി പ്രതിമ പോലങ്ങനെ മലയനാ മുറ്റത്തു നിന്നുപോയി. അരുതവനൊച്ച പൊങ്ങുന്നതില്ല, കരള് തെരുതെരെ പേർത്തും തുടിപ്പുമേന്മേൽ. ഒരുവിധം ഗദ്ഗതം ഞെക്കി ഞെരുക്കിയ കുറേ അക്ഷരങ്ങൾ തെറിപ്പൂ കാറ്റിൽ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിതയിലെ അവസാന ഭാഗത്തെ വരികളാണിത്. മലയപ്പുലയൻ തൻ്റെ ജന്മിയുടെ പാടത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും അധികാരിയായ ജന്മിയുടെ പാടത്ത് തൻ്റെ മക്കളുടെ വിശപ്പിനും ദാരിദ്ര്യത്തിനും ഒരറുതി വരുത്താനായിട്ട് ഒരു വാഴ നടുകയും ആ വാഴ വളർന്ന് വലുതായി അതിലൊരു വാഴക്കുല ഉണ്ടാവുകയും ആ വാഴക്കുല മൂത്ത് പഴുക്കാറാകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ എല്ലാ വിശപ്പും മറന്ന് വാഴപ്പഴം കഴിക്കാമെന്ന മോഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ജന്മിയും കോടതി യാമീനും കൂടി വാഴക്കുല വെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് അച്ഛൻ്റെ ഗദ്ഗതത്തോടെയുള്ള പറച്ചിലാണ് ഈ വരികളിൽ കവി അവതരിപ്പിക്കുന്നത്. തൻ്റെ മക്കളോട് ധൈര്യപൂർവം ഇനിയൊരു വാഴ വെച്ച് അതിലൊരു വാഴപ്പഴം ഉണ്ടായി നമുക്കത് കഴിക്കാം എന്ന് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാമൂഹികാവസ്ഥ മലയപ്പുലയനായ അച്ഛന് ഉണ്ടാകുന്നില്ല. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ എന്നെഴുതിയിട്ട് ചങ്ങമ്പുഴ കുറേ കുത്തിട്ടിരിക്കുകയാണ്, കുറേ ഡോട്ടുകൾ. എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാത്ത മട്ടിൽ അവിടെ അച്ഛനായ മലയപ്പുലയനും മൗനം മാത്രമാണ് ബാക്കിയാക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ജാതീയതയും അധികാരവും ഒക്കെ തന്നെയാണ് ഈ കവിതയിൽ കൃത്യമായിട്ട് ചങ്ങമ്പുഴ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതന്നല്ലേ, ഇപ്പോൾ എവിടെയാണ് ജാതീയത എന്നൊരു ചോദ്യം വന്നേക്കാം. ഈ അടുത്ത സമയത്ത് വന്ന ചർച്ചകളിലൊക്കെ നമ്മളേറെ കേട്ടൊരു വിഷയം തന്നെയാണ് ജാതീയത ഇപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത്. വേടൻ എന്ന റാപ്പറുടെ അറസ്റ്റും അയാളുടെ കവിതയും രാഷ്ട്രീയവും ഒക്കെ വിവിധ തലങ്ങളിൽ ചർച്ചയായപ്പോഴാണ് ജാതീയതയും പൊതുസമൂഹത്തിൽ ഇത്രയധികം വിഷയമായി വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഹിന്ദുവിനെന്നോ മുസ്ലിമിനെന്നോ ക്രിസ്ത്യനെന്നോ അല്ലെങ്കിൽ ഈ മതങ്ങളുടെ ഉപജാതികൾക്കെന്നോ ഭേദമില്ലാതെയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. നമുക്കെല്ലാവർക്കും കൂടി ഒരൊറ്റ ഭരണഘടനയാണുള്ളത്. മതമുള്ളവനും മതമില്ലാത്തവനും ജാതിയിൽ താഴ്ന്നവനെന്ന് പറയുന്നവനും ജാതിയിൽ ഉയർന്നവനെന്ന് പറയുന്നവനും എല്ലാവർക്കും കൂടി ഒരൊറ്റ ഭരണഘടനയെ നമുക്കുള്ളൂ. പക്ഷേ എല്ലാവർക്കും തുല്യ നീതിയാണോ ലഭിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കിടയിലും ഈ ജാതീയത നിലനിൽക്കുന്നുണ്ട്. ചില ആളുകൾക്കിടയിൽ അത് മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്നാൽ മറ്റ് ചിലയിടത്ത് അത് അധികാരത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയുടെ ഭാഗമായിട്ടോ സാമൂഹിക അവസ്ഥയുടെ ഭാഗമായിട്ടോ ഒക്കെ ഈ ഒരു വേർതിരിവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ അത്ര തന്നെ പ്രകടമല്ലെങ്കിലും പുറപ്പെടേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നെ അത് അറിയിക്കുന്ന തരത്തിൽ ആളുകളുടെ ഉള്ളിൽ നിന്നും അവർ പോലും അറിയാതെ പുറത്തേക്ക് വരാറുമുണ്ട്. ജാതീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തെ പരിഹസിച്ചുകൊണ്ട് തമിഴ് കവി മുരുകേഷിൻ്റെ ഒരു കവിതയുണ്ട്. വളരെ ആക്ഷേപഹാസ്യ രൂപത്തിൽ വായിച്ചു പോകാവുന്ന, എന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ദയനീയമായിട്ടുള്ള നീറ്റുന്ന ഈ ജാതീയ ബോധം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരു കവിതയാണ് ഐക്യം. ഞങ്ങളുടെ ഗ്രാമത്തിൽ പാതകൾക്ക് മേലെ കീഴേ എന്ന് തരംതിരിവില്ല. ചായക്കടകളിൽ 2 തരം ഗ്ലാസുകളിൽ ചായ പകരുന്നില്ല. അമ്പലത്തിലെ രഥങ്ങളുരുളുന്ന പവിത്രമായ വഴികളിൽ ചപ്പലുമായി ഞങ്ങൾക്ക് അന്തസ്സായി നടക്കാം. പൊതുകിണറ്റിൽ നിന്ന് എല്ലാവർക്കും വെള്ളം കോരാം. എൻ്റെ ഗ്രാമത്തിൽ മറ്റാരുമില്ല, എൻ്റെ ജാതിക്കാരല്ലാതെ.